പ്പെടുന്ന ഡോക്ടർ ജോജോ വി ജോസഫ്, നഗരസഭ സെബാസ്റ്റ്യൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, കോട്ടയം സിറ്റിസൺ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധനും കോട്ടയത്തിൻ്റെ അഭിമാനവുമായ പ്രിയപ്പെട്ട ജോജോ വി ജോസഫ് ഡോക്ടറെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ അരങ്ങേറുന്നത്. ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകൾ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. 25 വർഷം ക്യാൻസർ ശുശ്രൂഷ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സേവനത്തെ ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോയിലൂടെ അദ്ദേഹത്തെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അത് ക്യാൻസർ രോഗത്തെ അനുഭവക്കുറിപ്പുകൾ, ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ മഹനീയ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥിയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ഗോവയുടെ ആദരണീയനായ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറാണ്. അദ്ദേഹം 200-ന് മുകളിൽ പുസ്തകങ്ങളുടെ രചയിതാവാണ്. ആഴമേറിയ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും ഉടമയാണ്. മികച്ച ഒരു അഡ്വക്കേറ്റാണ്, പ്രഭാഷകനാണ്, സംഘാടകനാണ്. അങ്ങനെ ഒത്തിരിയേറെ വ്യക്തികളുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ അവസരത്തിൽ ഗോവയുടെ ആദരണീയനായ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ സാറാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മികച്ച സംഘാടകനും പ്രഭാഷകനും കോട്ടയംകാരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് കോട്ടയത്തിൻ്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. കോട്ടയത്തിൻ്റെ വികസന നായകനാണ് അദ്ദേഹം. ആഭ്യന്തര വകുപ്പ് അടക്കം നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സൺ, സത്യസന്ധതയുടെയും സൗമ്യതയുടെയും പ്രതീകമാണ്. ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം കോട്ടയത്തിൻ്റെ നഗരസഭയുടെ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീപിക ദിനപത്രത്തിൻ്റെ MD മോൺസിഞ്ഞോർ മൈക്കിൾ വെട്ടിക്കാട്ട് അച്ഛൻ, കോട്ടയത്തിൻ്റെ ഏതൊരു പരിപാടിയിലും അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. മികച്ച ഒരു സംഘാടകനാണ്. ഇപ്പോൾ ദീപികയുടെ MD-ആയി വളരെ തിരക്കേറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛനെ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഡോക്ടർ ബിനു കുന്നത്ത്, കാരിത്താസിൻ്റെ വളർച്ചയുടെ പിന്നിൽ പ്രിയപ്പെട്ട ബിനു അച്ഛൻ്റെ വലിയ കഠിനാധ്വാനവും പ്രയത്നവും ടീം വർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ബിനു കുന്നത്തച്ഛനെ ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SJCCയുടെ റിസർച്ച് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ലിങ്കൺ ജോർജ് അച്ഛൻ്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അച്ഛനെയും ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ എബി ഇമ്മാനുവേൽ, പരിസ്ഥിതി പ്രവർത്തകനും സുസ്ഥിര വികസനത്തിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ട എബി ഇമ്മാനുവേലിനെയും ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം മറ്റാരുമല്ല, ഡോക്ടർ ജോജോ വി ജോസഫാണ്.
സമൂഹത്തിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് നമുക്കറിയാം. അവിടെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു കർമ്മമാണ്. ഏകദേശം 20,000-ഓളം ക്യാൻസർ സർജറികൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഏകദേശം 25,000-ഓളം ക്യാൻസർ പേഷ്യൻറ്റുകളെ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വിവിധ നാഷണൽ ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും പുസ്തക രൂപത്തിൽ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഈ അവസരത്തിൽ ഇന്നത്തെ താരമായിട്ടുള്ള, ഇന്ന് ആദരിക്കപ്പെടുന്ന, ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന ഡോക്ടർ ജോജോ വി ജോസഫിനെ ഏറ്റവും ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ മാത്യു കൊല്ലമല, ഡോക്ടറിൻ്റെ ബന്ധുക്കൾ, കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികർ, സമർപ്പിതർ, മറ്റ് സുഹൃത്തുക്കൾ, ഡോക്ടർമാർ, അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികൾ, വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.